കണ്ണൂർ ചെങ്ങളായിൽ ഇന്നലെ നിധി കണ്ടെത്തിയ സ്ഥലത്ത് വീണ്ടും നിധി കണ്ടെത്തി. 3 വെള്ളി നാണയവും ഒരു സ്വർണ്ണമുത്തുമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പുരാവസ്തു വകുപ്പ് ഇന്ന് പരിശോധന തുടരുകയാണ്. ചെങ്ങളായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധി ലഭിച്ചത്. പാത്രത്തിൽ നിന്നും മോതിരങ്ങൾ, സ്വർണ്ണ ലോക്കറ്റുകൾ തുടങ്ങിയവയാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കണ്ണൂരിൽ നിധി കണ്ടെത്തിയെന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് കണ്ടെത്തി എന്ന് പറയുന്നു. കണ്ണൂരിലായതുകൊണ്ട് നേരത്തെ രാവിലെ ശ്രീജിത്ത് പറയുന്നുണ്ടായിരുന്നു, ആളുകൾ ഭയപ്പാടോടുകൂടിയാണ് ഈ നിധി തുറന്നു നോക്കാനൊക്കെ വളരെ ഭയപ്പാടുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണ് രണ്ടാമതും അതേ സ്ഥലത്ത് ഈ നിധി കണ്ടെത്തി എന്ന് പറയുന്നു? പുരാവസ്തു വകുപ്പ് അന്വേഷണം തുടരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജിത്ത്. തീർച്ചയായും വിനോദ്, അങ്ങനെയാണ്. ഇന്നലെ ആയിരുന്നു ഈ ശ്രീകണ്ഠാപുരത്തെ ഈ പറമ്പിൽ നിന്നും ഇത്തരത്തിലൊരു നിധി കണ്ടെടുക്കുന്നത്. അതിനുശേഷം ഇന്നും രാവിലെയും തൊഴിലുറപ്പ് ജീവനക്കാർ ഇവിടെ എത്തി കുഴിക്കുന്നതിനിടയിൽ വീണ്ടും ഇത്തരത്തിലുള്ള 5 വെള്ളി നാണയവും അതോടൊപ്പം തന്നെ ഒരു മുത്തും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഇത്തരത്തിലുള്ള ഈ തൊഴിലുറപ്പ് ജീവനക്കാർ ഇവിടെ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇത്തരത്തിൽ കുഴിക്കുമ്പോഴായിരുന്നു ഈ നിധി ലഭിക്കുന്നത്. ഇപ്പോഴും ഈ നിധികളെല്ലാം നിലവിൽ ശ്രീകണ്ഠാപുരം പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വീണ്ടും അത്തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ വീണ്ടും ഈ പോലീസിനെ വിളിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ പോലീസ് പുരാവസ്തു വകുപ്പിനെ എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. അവരും നിലവിൽ ഇതെല്ലാം വളരെ വ്യക്തതയോടെ നിരീക്ഷിക്കുകയാണ്. എന്തായാലും വീണ്ടും ചിലപ്പോൾ നിധി കണ്ടെത്തുമോ എന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, വീണ്ടും നിധി കണ്ടെത്തുമോ? ഇല്ല, അല്ല, അതിന് കിട്ടുന്നല്ല പ്രതീക്ഷയൊന്നുമില്ലപ്പാ. ഒരു പറമ്പത്തിപ്പം കുറെ നദികൾ കുഴിച്ചിടും. പക്ഷെ ഇന്ന് കണ്ടെത്തിയത് അതിന്റെ ബാക്കിയാണ്, വേറിയതാണ്. അല്ലാണ്ട് കുഴിച്ചു കിട്ടിയതല്ല, തെറിച്ചു പോയത്. നമ്മൾ എടുത്ത് ചാടുന്ന സമയത്ത് തെറിച്ചു പോയി. മണ്ണായതുകൊണ്ട് നമ്മൾ കണ്ടില്ല. മഴ ഇന്നലെ പെയ്തു, അതുമെല്ലാം ആയപ്പോ ഇന്ന് ഇവരെല്ലാം വരുന്നു പറയുമ്പോ അവിടെ പോയി നിൽക്കുമ്പോ അത് ഒളിഞ്ഞു കാണുമ്പോ എടുത്തു, കൈ പിടിച്ചു, പോലീസിനെ ഏൽപ്പിച്ചു. പണ്ട് നിധി ഉള്ളതായിട്ട് പറയപ്പെടുന്ന സ്ഥലമാണ്. അതറിയില്ല, നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് പണിക്ക് വരുന്നവരാ. ആദ്യം നിധി കണ്ടപ്പോ എടുത്തിട്ടില്ലെന്ന് അതെന്ന് വെച്ചാല് നമ്മള് എന്നാന്ന് അറിയില്ല, പേടിച്ചിട്ട് എടുക്കാണെന്നതാ. സംഭവം എന്നാന്ന് അറിയില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചതാണോ, കൂടോത്രമാണോ? കൺഫ്യൂഷൻ ആണ്. ഇത് ബോംബാണോ കൂടോത്രമാണോ എന്താണോ ഒരു പിടിയില്ല. പിന്നെ നമ്മളത് എടുത്ത് ദൂരെ എറിയുമ്പം അതിനെ മൂടി തുറക്കുമ്പം സ്വർണ്ണം ഇതെല്ലാം തെറിച്ചു വീണു. അന്നേരം എല്ലാരും പോയി അത് പൊറുക്കിയെടുത്തു, തേച്ച് കഴുകി നോക്കുമ്പോൾ സ്വർണ്ണാന്ന് പറഞ്ഞു. നമ്മൾ പഞ്ചായത്തിൽ ഏൽപ്പിച്ചു, പഞ്ചായത്താർ പോലീസുകാർ ഏൽപ്പിച്ചു. ഒരു വൈകുന്നേരം 5 മണിയാകുമ്പോൾ എടുത്തിട്ട് പോയി. പക്ഷെ ചേച്ചി നിധി കിട്ടൂലെന്ന് പറയുമ്പോൾ ഒരു വേര് കണ്ടപ്പോ പറഞ്ഞു നിധിയായിട്ട് തോന്നി. അത് വെറുതെ പറഞ്ഞു, ആ സന്തോഷത്തിന് പറഞ്ഞതാ. നിധി കിട്ടണമെങ്കിൽ ഒരു കാർഡ് കൂടെ, ഇനി നിധി കിട്ടുമെങ്കിൽ ഒരു കാർഡ് കൂടെ അഡീഷണൽ എടുക്കണം തൊഴിലുറപ്പിന്. അത് ശരിയാണ്, അത് ചെയ്യും നമ്മള്. ഇനി ഇങ്ങനെ കൊറേ സ്ഥലത്ത് കുഴിക്കാനുണ്ട്, കിട്ടോ നോക്കാം. ഇവിടെ എത്ര കുഴിയാണ് ഇനി എടുക്കാനുള്ളത്? ഇവിടെ പിന്നെ 500 കുഴിയോടും ഉണ്ട് നമുക്ക് വരെ. ഒരു 150 കുഴിച്ചു. 100 ഇവിടെ 50 ആയിട്ടില്ല. ഈ സ്ഥലത്ത് എത്ര ദിവസം കൊണ്ട് ഈ കുഴി ആരംഭിച്ചിട്ടുണ്ട് കുഴിക്കാൻ വേണ്ടി? അന്ന് തന്നെ, അതിന് മുന്നേ നമുക്ക് ഇവിടെയാണ് ഫോട്ടോ എടുക്കേണ്ടത്. ഈ സ്ഥാനത്ത് എന്റെ ഫോട്ടോ എടുത്ത് വേറെ തോട്ടത്തിലേക്ക് പോകണം. നമുക്ക് ചാലിയാട് എന്ന് പറയും, ചിമ്മിയ സ്കൂളിന്റെ അവിടെ പോയിട്ട് നമ്മൾ 100 കുഴി കുത്തിയ ശേഷമാണ് ആദ്യം വീണ്ടും ഇവിടത്തേക്ക് വന്നത്. ഫസ്റ്റ് 4 കുഴിയെടുത്ത് നമ്മൾ പോയത്. പിന്നെ ഇവിടെ തീർത്തിട്ട് വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോകണം. അത് ഇന്ന് കൊണ്ട് ഇവിടെ തീരും. ഇനി ഇവിടെ കുത്തുകയൊന്നും ചെയ്യില്ല, ഇന്ന് ഇത് കിട്ടുകയും ചെയ്യില്ല നമുക്ക്. എന്തായാലും ഈ സ്ഥലത്ത് തൊഴിലുറപ്പ് ജോലിക്ക് തിരക്കായിരിക്കുമല്ലോ. അത് പറയാൻ കഴിയില്ല. അതിപ്പോ നമുക്കിപ്പം പറയാൻ കഴിയാ. അങ്ങനെയൊന്നുമില്ലപ്പാ, നിധി കിട്ടുന്നില്ല പ്രതീക്ഷയൊന്നും. നമ്മളത് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല, പെട്ടെന്ന് കിട്ടി. നദിയാണെങ്കിൽ നമ്മൾ എപ്പാട് ഓടി എടുക്കൂലേ, നദിയാന്നില്ല പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വീട്ടിൽ കൊണ്ടുപോകും? ഇല്ല, വീട്ടിൽ കൊണ്ടുപോകില്ല. നമുക്ക് പേടിയാ. ഇവിടെ തയ്യെല്ലാം ഉണ്ട്, പിന്നെ അമ്പലം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരെന്തോ സാധനാന്നാണ് ഇവരാൾക്കാർ പറഞ്ഞത്. നമുക്കതിനറിയില്ല. നമ്മൾ കാണുമ്പോ നമ്മളെ കോയൻ, പണ്ടത്തെ നമ്മൾ കോർത്തിരുന്ന കോയന്റെ മാലയാണ് അത്. അതിൽ മുത്ത്, കുറെ മുത്തുകളുണ്ട് അതിന് ഇടക്കിടക്ക് ഇട്ട് കോർക്കുന്നേ. അത് നമ്മൾ എന്ത് വേണത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ നയരം എടുത്തിട്ട് അതിൽ കോർത്ത് മാലയാക്കി ഇങ്ങനെ പിടിച്ചു. അന്നേ പിന്നെ പോലീസ് വന്നത്, കാണിച്ചു കൊടുത്തു, അവരെടുത്തിട്ട് പോയി. എന്തായാലും ഈ തൊഴിലാളികൾ പറയും പോലെ ഇന്നലെ നിധി കണ്ടെത്തി. ഈ പ്രദേശത്ത് നിലവിലും അത്തരത്തിലുള്ള പണികൾ നടക്കുകയാണ്. ഈ സ്ഥലത്ത് 90-ലധികം കുഴികൾ, ഇത്തരം മഴക്കുഴികൾ നിർമ്മിക്കാനാണ് ഉടമ അവരോട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കുഴികൾ
കുഴിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ നിധി കണ്ടെത്തുന്നത്. എന്തായാലും ഇപ്പോൾ 20-ലധികം കുഴികളാണ് ഈ പ്രദേശത്ത് കുഴിച്ചിരിക്കുന്നത്. കൂടുതൽ കുഴികൾ ഈ ജീവനക്കാർ കുഴിക്കുകയാണ്. എന്തായാലും ഈ കൂടുതൽ പരിശോധനയ്ക്കായി അല്പസമയത്തിനകം തന്നെ പുരാവസ്തു വകുപ്പും മറ്റു ജീവനക്കാരുമെല്ലാം ഈ പ്രദേശത്തെത്തും. എന്തായാലും ഈ നാട്ടിലെ മുതിർന്നവർ പറയുന്നത് ഇത്തരത്തിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടെല്ലാം ഇവിടെ ഒരു പഴയ ക്ഷേത്രമുണ്ടായിരുന്നെന്നും ആ രീതിയിലുള്ള ചില അഭിപ്രായങ്ങളും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. വിനോദ്.